നമുക്ക് ഈ ലോകത്തിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്താണെന്നറിയോ? നമുക്ക് നമ്മളായിരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ന് പക്ഷെ നിർഭാഗ്യവശാല് പല ബന്ധങ്ങളിലും നമുക്കതിന് സാധിക്കാറില്ല. ഇന്ന് നമ്മുടെ ബന്ധങ്ങളെയൊക്കെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഏറ്റവും ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ബന്ധത്തിൽ ഒരു എക്സ്ട്രാ ചിറക് വെച്ച് കെട്ടിയതുപോലുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അതായത് അവിടെ നമുക്ക് ഉയരാനും വളരാനും എക്സ്പാൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കൊരു ജീവൻ വെച്ച പോലത്തെ ഒരു അവസ്ഥ. എന്നാൽ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മളെ ഒരു കൂട്ടിൽ അടച്ചിട്ട ഒരവസ്ഥ. അതായത് നമ്മൾ വല്ലാതെ ചുരുങ്ങിപ്പോവും, അല്ലെങ്കിൽ ഒരു സൈലന്റ് ആയി പോവും. അതുപോലെ തന്നെ നമ്മുടെ ഒരു എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ, അതായത് നമുക്ക് ആ ഒരു ബന്ധത്തിൽ യാതൊരുവിധ വിലയും ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ബന്ധങ്ങൾ. അപ്പോൾ ഇന്നിപ്പോ ഞാനിന്നൊരു 8 ചോദ്യങ്ങൾ പറയാം. അതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നതും അതല്ലെങ്കിൽ ഇടപെടുന്നതിനപ്പുറം ഇപ്പൊ ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെ കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങളെ എല്ലാം ഈ 8 ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വിലയിരുത്തി നോക്കുക. അതിൽ ഞാൻ ഓരോ ചോദ്യത്തിനും സ്കോർ പറയാം. എന്നിട്ട് ആ ടോട്ടൽ സ്കോർ കാണുമ്പോൾ നമുക്കത് എത്രത്തോളം ആ ബന്ധം ആരോഗ്യകരമാണ്, അല്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന് അത് എത്രത്തോളം ഉപകാരം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആ ബന്ധത്തിൽ നമുക്ക് എത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ അവരുടെ ഒരു പ്രസൻസിൽ നമ്മൾ എത്രത്തോളം കംഫർട്ടബിൾ ആണ്. അതായത് അവരുടെ സാമീപ്യത്തിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടാണോ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ആണോ ഫീൽ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ആ ഒരു അവിടെ അവരോടൊപ്പം നമുക്ക് എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാം എന്നുള്ള ഒരു തോന്നലാണോ ഉണ്ടാവുക, അതോ അവരോടൊപ്പം ഇരിക്കുന്ന സമയം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു തോന്നലാണോ ഉണ്ടാവുക. ഇത് നമുക്ക് ഒരു ബന്ധത്തിന്റെ ആരോഗ്യത്തെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണിത്. അതായത് ഇപ്പൊ ആ ഒരു സാമീപ്യത്തിൽ നിന്ന് നമ്മളൊന്ന് മാറിക്കഴിയുമ്പോഴേക്കും നമുക്കത് നഷ്ടപ്പെട്ടതിലുള്ള ഒരു സങ്കടമാണോ തോന്നുന്നത്, അതോ ഏതോ ഒരു ജയിലിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി എന്നുള്ള രീതിയിൽ ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും ഒക്കെയാണോ ഉണ്ടാവുന്നത്. ഈ ഒരു ചോദ്യത്തിന്റെ സ്കോർ എന്ന് പറയുന്നത്, നമുക്കിപ്പോ ആ ഒരു ബന്ധം കംഫർട്ടബിൾ ആണ്, അവരുടെ ഒരു പ്രസൻസ് നമുക്കൊരു കംഫർട്ട് ആണ് തരുന്നത്, അതല്ലെങ്കിൽ അതിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് സങ്കടമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിന് സ്കോർ 5 കൊടുക്കുക. എന്നാൽ ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ്, നമ്മൾ അവിടുന്ന് മാറുമ്പോൾ നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ് വരുന്നതെങ്കിൽ ഈ ബന്ധത്തിന് 0 കൊടുക്കുക. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ തുറന്ന മനസ്സോടുകൂടി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ബന്ധത്തിൽ ഉണ്ടോ എന്നുള്ളത്. അതായത് നമുക്കിപ്പോ അവരൊരു ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ മുൻവിധികൾ ഒന്നും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് തയ്യാറാവും, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ മനസ്സ് കാണാനും തയ്യാറാവും എന്നുള്ള തരത്തിലുള്ള ഒരു സ്പേസ് നമുക്കവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഉണ്ട് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് സ്കോർ 5 കൊടുക്കുക. എന്നാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ ഒരു ജഡ്ജ്മെന്റോടുകൂടി മാത്രമേ അവർ കാണുള്ളൂ, അല്ലെങ്കിൽ അതിനെ ഒരിക്കലും നമ്മുടെ ഇമോഷൻസിനെ അവർ വാലിഡേറ്റ് ചെയ്യാറില്ല, എപ്പോഴും ഇൻവാലിഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിന് നമ്മൾ 0 കൊടുക്കുക. അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോ ബന്ധങ്ങളിൽ എങ്ങനെയായാലും നമുക്ക് ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും അഭിപ്രായങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. എങ്കിൽ പോലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പ്രകടിപ്പിക്കാനുള്ള ഒരു അവകാശം നമുക്കവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ അത് വ്യത്യസ്തമാണെങ്കിൽ പോലും നമുക്ക് തുറന്ന് പ്രകടിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിന് 5 കൊടുക്കുക. എന്നാൽ നമുക്ക് അതൊന്നും പ്രകടിപ്പിക്കാനുള്ള ഒരു അവകാശമേ ഇല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ഈ ബന്ധത്തിന് 0 കൊടുക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആളുകളുടെ പ്രതികരണത്തെ ഭയന്ന് നമുക്ക് സത്യങ്ങൾ തുറന്നു പറയാൻ മടിയുണ്ടാവുക, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവരോട് ചോദിക്കാനായിട്ട് നമുക്ക് വല്ലാതെ ആലോചിക്കേണ്ടി വരിക, അതിനുവേണ്ടി ഒരുപാട് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. അതായത് നമ്മൾ ഇവരുടെ പ്രതികരണത്തെ വല്ലാതെ ഭയക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യെസ് ആണെങ്കിൽ ഇതിന് 0 കൊടുക്കുക, നോ ആണ് ആൻസർ എങ്കിൽ അതിന് 5 കൊടുക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഒരു ബന്ധത്തിൽ നമുക്ക് അവരുടെ ഒരു അംഗീകാരവും സ്വീകാര്യതയും ഒക്കെ കഷ്ടപ്പെട്ട് നേടിയെടുക്കണം എന്നുള്ള ഒരു അവസ്ഥയുണ്ടോ. അതായത് അവരെ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ അമിതമായിട്ട് ശ്രമിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെയും യെസ് ആണെങ്കിൽ നമ്മൾ 0 ആണ് കൊടുക്കേണ്ടത്, നോ ആണെങ്കിൽ 5 കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കുന്ന ചില മൂല്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനായിട്ട് നമുക്ക് ഈ മൂല്യങ്ങളെ വിട്ടുകളയേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ വല്ലാതെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ
അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഒരു ബന്ധം നിലനിർത്താൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കും. പക്ഷെ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം നമ്മൾ നമ്മുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ കുറെ തുടർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഒരു ബന്ധം ഒരുപക്ഷെ നമുക്ക് നിലനിർത്താൻ സാധിച്ചേക്കും. പക്ഷെ നമുക്ക് അവിടെ വലിയൊരു മറ്റൊരു ബന്ധം നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് നമ്മളുമായിട്ടുള്ള ബന്ധം. കാരണം നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയാൽ അതാണ് ഈ ലോകത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബന്ധത്തിൽ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ മൂല്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. യെസ് എന്നാണെങ്കിൽ ഇവിടെയും 0 കൊടുക്കുക, നോ എന്നാണെങ്കിൽ 5 കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോ ഏതൊരു ബന്ധമായാലും നമ്മൾ എടുത്താൽ ചില വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാലും നമ്മളിപ്പോ ഒരു ബന്ധത്തിനെ നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അതില് അവരിൽ നിന്നുള്ള നല്ല പെരുമാറ്റങ്ങളും നമുക്ക് ലഭിച്ച സ്നേഹവും കരുതലും പരിഗണനയും അതുപോലുള്ള നല്ല കാര്യങ്ങളാണോ നമ്മുടെ മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നത്, അതോ അവരിൽ നിന്നുള്ള മോശമായ പെരുമാറ്റ രീതികളും വേദനിപ്പിക്കലുകളും ഉപദ്രവങ്ങളും ഒക്കെയാണോ നമ്മുടെ മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നത്? നല്ല കാര്യങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ ഇതിന് സ്കോർ 5 കൊടുക്കുക. അതേസമയം വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ 0 കൊടുക്കുക. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും വളർച്ചയും ഒക്കെ ഉണ്ടാവുമ്പോൾ അതില് ആത്മാർത്ഥമായിട്ട് അവർക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ, അതോ നമ്മുടെ വളർച്ച അല്ലെങ്കിൽ പുരോഗതി അവർക്കൊരു ഭീഷണിയാണ് എന്നാണോ അവർ ചിന്തിക്കുന്നത്? അത് നമുക്ക് മനസ്സിലാക്കാനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ അഭിനന്ദിക്കുന്നതിനൊക്കെ അപ്പുറം അവർക്ക് നമ്മളെ ഒന്ന് താഴ്ത്തിക്കെട്ടാനും വലിച്ചു താഴെയിടാനും അല്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങൾ കാണുമ്പോൾ അവർക്കതൊരു അവർ ചെറുതായി പോയതുപോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈറ്റ് ഒന്ന് ഡിം ചെയ്യുക എന്നുള്ളതാണോ അവർ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് നമ്മുടെ വളർച്ചയിൽ സന്തോഷിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ 5 കൊടുക്കുക. അതേസമയം നമ്മുടെ വളർച്ച അവർക്കൊരു ഭീഷണിയാണ് എന്നാണ് അത് ആ രീതിയിലാണ് അവരുടെ പെരുമാറ്റമെങ്കിൽ അതിന് 0 കൊടുക്കുക. ഇനിയിപ്പോ എല്ലാ ചോദ്യത്തിന്റെയും സ്കോർ നമ്മളിട്ടു 8 ചോദ്യത്തിനും. ഇതിലിപ്പോ നമുക്ക് ഓരോ ബന്ധത്തിനും അടുപ്പമുള്ള ഓരോ ബന്ധത്തിനും ഇത് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മളിപ്പം എല്ലാത്തിനും മാർക്ക് ഇട്ടതിന് ശേഷം ഈ ടോട്ടൽ മാർക്ക് ഒന്ന് കൂട്ടി നോക്കുക. ഇപ്പം ഏതെങ്കിലും സ്കോർ 40 വന്നിട്ടുണ്ടെങ്കിൽ അത് ഇനിയിപ്പോ അവിടെ ഒന്നും നോക്കാനില്ല. ആ ബന്ധങ്ങൾ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ കൂടുതൽ നമുക്ക് നമ്മുടെ ടൈമും എനർജിയും ഫോക്കസും ഒക്കെ അതിലേക്ക് കൊടുത്ത് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു 25, 30, 35 സ്കോറാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ്. എന്നാൽ അവിടെ ഇപ്പോഴും ഒരു ഇംപ്രൂവ്മെന്റിനുള്ള സ്കോപ്പ് ഉണ്ട് അവിടെ. പക്ഷെ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും. അതിൽ കൂടുതലായിട്ട് സംസാരിച്ച് ആ ബന്ധം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി 15, 20 സ്കോറിലാണെങ്കിൽ അവിടെ ശരിക്കും നമുക്കൊരു സ്വാതന്ത്ര്യം വളരെ കുറവാണ്, അല്ലെങ്കിൽ അതൊരു ആരോഗ്യകരമായ ബന്ധമല്ല. എന്നാലും പക്ഷെ അവിടെ ഒരു ചാൻസ് നമുക്ക് എടുക്കാം. അതായത് നമുക്ക് അവിടെ ഒരു നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള, ആ ബന്ധം മെച്ചപ്പെടുത്താനുള്ള നമ്മുടെ ഭാഗത്തു നിന്ന് എടുക്കാവുന്ന ആക്ഷൻ ഒക്കെ എടുക്കുക. സംസാരിക്കാമെങ്കിൽ സംസാരിച്ച് നോക്കുക. അത് കുറച്ചുകൂടി ഒന്ന് 25, 30ലേക്കെങ്കിലും എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി 0, 5, 10 ഇതിനകത്തുള്ളതാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കൂട്ടിലകപ്പെട്ട അവസ്ഥയിലാണ്. അതായത് അവിടെ നമുക്ക് സ്വാതന്ത്ര്യവുമില്ല. അത് നമുക്കൊരു ആരോഗ്യകരമായ ബന്ധമെന്നേ നമുക്ക് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ടോക്സിക് കാറ്റഗറിയിൽ പെടുന്ന, നമ്മുടെ വളർച്ചയെ വല്ലാതെ തടസ്സപ്പെടുത്തുന്ന, വളർച്ചയെ മാത്രമല്ല നമ്മുടെ മാനസിക വൈകാരിക ആരോഗ്യത്തെ തന്നെ നശിപ്പിക്കുന്ന ഒരു ബന്ധമാണത്. അവിടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു ചാൻസ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ നമ്മൾ അധിക കാലം അതിൽ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ട് തുടർന്നു പോകാൻ പാടില്ല. കാരണം അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ തന്നെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ബന്ധങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വളരെ അടുപ്പമുള്ള എല്ലാ ബന്ധങ്ങളെയും ഈ രീതിയിൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ല സ്കോർ കിട്ടിയ ബന്ധങ്ങളെ ശക്തമായിട്ട് ചേർത്ത് പിടിച്ചോളുക, നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുക. എന്നാൽ വളരെ ചെറിയ സ്കോർ കിട്ടിയ ബന്ധങ്ങളെയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇവാലുവേറ്റ്, ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക ഇതിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അതുപോലെ ഒരു ചാൻസ് കൂടെ ഒക്കെ കൊടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ എന്നിട്ടും പുരോഗതി ഇല്ലെങ്കിൽ അവിടെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനും ആക്ഷൻ എടുക്കാനും ഒന്നും മടി വിചാരിക്കരുത്. കാരണം നമ്മുടെ മാനസിക വൈകാരിക ശാരീരിക ആരോഗ്യത്തെ ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന്
ബന്ധങ്ങളോട് സമീപിച്ചു നോക്കുക. സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും സ്വാതന്ത്ര്യത്തോടുകൂടിയും ജീവിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.